Hello everyone. In this part, we'll see the topic values in management. അതായത് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള വാല്യൂസ് നമുക്കറിയാം. നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മുടെ ലൈഫിലാണെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ് വേണം. നമ്മളിപ്പോൾ കോളേജിൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് സോർട്ട് ഓഫ് വാല്യൂസ് വേണം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള വാല്യൂസ് ആണ് വേണ്ടത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫോളോ ചെയ്യുന്ന വാല്യൂസ് തന്നെയാണ് അവിടെ വേണ്ടത്. സോ വാട്ട് ആർ വാല്യൂസ്? വാല്യൂസ് ആർ ഫണ്ടമെന്റൽ ബിലീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് that guides an organization's behavior, decisions and overall culture. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് നിൽക്കുമ്പം അവരുടേതായ കുറച്ച് വാല്യൂസ് ഉണ്ടാവും, കുറച്ച് ബിലീഫ്സ് ഉണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദേ ഷേപ്പ് ഹൗ വർക്ക് ഇസ് ഡൺ ആൻഡ് ഹൗ പീപ്പിൾ ഇന്ററാക്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു സോർട്ട് ഓഫ് റെസ്പെക്റ്റും കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ബാക്കി താഴെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത്, ലോവർ ലെവൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്പെക്റ്റോടുകൂടെ ചെയ്യണം. കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നല്ല പോലെ പെരുമാറണം. അങ്ങനത്തെ സോർട്ട് ഓഫ് വാല്യൂസ് ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള 6 വാല്യൂസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. നമ്മുടെ ലൈഫിലായാലും നമുക്ക് വേണ്ട കാര്യമാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ കംപ്ലീറ്റ്ലി ട്രൂത്ത്ഫുൾ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കള്ളത്തരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തുറന്ന് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഇസ് ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. നമ്മുടെ കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ടീം റിലേഷൻഷിപ്പിനാണെങ്കിൽ, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സത്യസന്ധത ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നാൽ സോറി, ഞാനാണ് ചെയ്തത്, അത് ഞാൻ റെഡി ആക്കി തരാം എന്ന് പറയുന്ന അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പൊ പല ആൾക്കാരും നമുക്കറിയാം, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ അത് ഞാനല്ല ചെയ്തത്, അത് അയാൾ ചെയ്തതെന്ന് പറയും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ ഓൺ ആക്ഷൻസ്, നമ്മുടെ ഓൺ ഡിസിഷൻസിന് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. നല്ലതാണെങ്കിലും മോശം ആണെങ്കിലും നമുക്ക് ബ്ലെയിം നമ്മൾ ഒരു കാരണവശാലും ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ മാനേജേഴ്സ് ആണെങ്കിലും ഒന്നും ഒരു കാരണവശാലും അവര് എന്ത് ചെയ്യരുത്, വർക്കേഴ്സിലേക്കോ മറ്റു ആൾക്കാരിലേക്കോ ഷിഫ്റ്റ് ചെയ്യരുത്. പകരം മിസ്റ്റേക്സ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റിയും ട്രസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ ഇസ് റെസ്പെക്ട്. അതായത് എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റോടുകൂടി, എംപ്ലോയീസ് ആണെങ്കിലും ലോവർ ലെവൽ പീപ്പിൾ ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിലും എല്ലാവരെയും ഒരുപോലെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ കോളേജിൽ വരുന്ന സമയത്തും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്പേസും ഇൻഡിവിജ്വൽ റെസ്പെക്റ്റും കൊടുക്കുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്ക്സ് ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അതായത് മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരാളുടെ മാത്രം ആക്ടിവിറ്റി അല്ല, ഗ്രൂപ്പാന്ന് നമുക്കറിയാം. ഓപ്പൺ ആയിട്ട് നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതും ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്തിന് സഹായിക്കും, ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. ആൻഡ് കൊളാബറേഷൻ നമുക്കറിയാം. വാട്ട് ഇസ് കൊളാബ്? ഇപ്പൊ ഇൻസ്റ്റഗ്രാം കൊളാബ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബിസിനസ് അതുപോലെയല്ല, ബിസിനസ് കൊളാബറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഒരു ബിസിനസ്സും മറ്റു ബിസിനസ്സും കൂടെ ഒരുമിച്ച് ചെയ്യുക. അങ്ങനെ കൊളാബറേഷന് വേണ്ടിയിട്ടും ടീം വർക്കിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നല്ല രീതിക്ക് സംസാരം, നമ്മുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. ഇന്നോവേഷൻ, വി ഓൾ നോ, നമ്മൾ ചേഞ്ചിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പ്രകൃതിക്ക് അണങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ന്യൂ ഐഡിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മാക്സിമം നോക്കണം. എംപതി ആൻഡ് കെയർ, വി ഓൾ നോ വാട്ട് എംപതി ഈസ്. അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കാണുന്നതാണ് എംപതി. ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അതിന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എംപതിയോട് കൂടിയിട്ട് പെരുമാറണം. കസ്റ്റമേഴ്സിന്റെ അടുത്ത് മാത്രം പോരാ, ബാക്കി വർക്കേഴ്സിന്റെ അടുത്താണെങ്കിലും മാനേജ്മെന്റിന്റെ അടുത്താണെങ്കിലും നമ്മൾ ആ ഒരു സ്നേഹത്തിലും അവരുടെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ കണ്ടു കഴിഞ്ഞാൽ it will be very useful in achieving the organizational objectives.
നമുക്ക് ബേസിക് ആയിട്ടുള്ള ലൈഫിൽ വേണ്ട വാല്യൂസ് തന്നെയാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈ വാല്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റിന് എന്താണ് ഒരു ഓർഗനൈസേഷനിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ നല്ലപോലെ വാല്യൂ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. വാല്യൂ ഗൈഡ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വാല്യൂസ് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഓർഗനൈസേഷൻ കൾച്ചർ, മ്യൂച്വൽ റെസ്പെക്ട്, അക്കൗണ്ടബിലിറ്റി, അങ്ങനത്തെ വാല്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള നല്ലൊരു കൾച്ചർ അത് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെയും കൂടെ അട്രാക്ട് ചെയ്യുന്ന കൾച്ചർ. അപ്പൊ നല്ല ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, അതായത് നല്ല പോലെ കസ്റ്റമേഴ്സ് വരും അവിടെ, നല്ല ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ പബ്ലിക്കിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് ബിസിനസിനെ കുറിച്ച് ഉണ്ടാവും. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. എംപ്ലോയീസ് ആർ ദ ക്രക്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പൊ നമുക്കറിയാം എംപ്ലോയീസ് നല്ലപോലെ ബിഹേവ് ചെയ്താൽ ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നല്ല വാല്യൂ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല രീതിക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുസ്ഥിരമായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയാ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂസ് ഉള്ള ഓർഗനൈസേഷനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വാല്യൂസ് ലൈക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു അലൈൻ വിത്ത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആൻഡ് സർവൈവ് ഇൻ ലോങ് ടേം. നമുക്കറിയാം സോഷ്യലി റെസ്പോൺസിബിൾ ആവുക, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റും നമ്മൾ ഒരുപാട് പുറത്ത് കളയാതിരിക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക, അങ്ങനെ സോഷ്യലി റെസ്പോൺസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ആ ബിസിനസ്സിനെ ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് എൻവയോൺമെന്റൽ ഡാമേജസ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വാല്യൂസ് സഹായിക്കും. It also facilitates change and innovation. One of the value was innovation. അപ്പൊ നമുക്കറിയാം ആ വാല്യൂ എന്ത് പ്രൊമോട്ട് ചെയ്യും, ഓർഗനൈസേഷനിലെ പ്രോപ്പർ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. So these are the basic values that is to be followed in an organization plus importance of values.